ഇപ്പം മിക്ക ആളുകളും 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതായത് സ്റ്റെപ്പ് കയറാനായിട്ട് പറ്റുന്നില്ല, ഇരുന്നിട്ട് എഴുന്നേൽക്കാനായിട്ട് പറ്റുന്നില്ല. പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒത്തിരി പ്രായമുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം ഇവരുടെ മസിൽ ലോസ് ആയതുകൊണ്ടാണ്. സാർക്കോപീനിയ. ഇതെങ്ങനെ നമുക്ക് തടയാൻ പറ്റും? സാർക്കോപീനിയ ഒരു 30 വയസ്സാകുമ്പോൾ തന്നെ തുടങ്ങും. ഒരു 40 വയസ്സാകുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടും. 60 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മസിൽ ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മസിൽ ലോസ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ 30-ാമത്തെ വയസ്സിലും 40-ാമത്തെ വയസ്സിലും നമ്മൾ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യണം. എന്തിന്? മസിൽ ട്രെയിൻ ചെയ്യാൻ. മസിൽ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമം. നടത്തം പോരാ. നടന്നു കഴിഞ്ഞാൽ ഹൃദയത്തിന് നല്ലതാണ്, അതുപോലെ കുറച്ച് വെയിറ്റ് കുറയും. പക്ഷേ മസിലിന് ഒരു ഗുണവും ചെയ്യുന്നില്ല. മസിലില്ലെങ്കിൽ പ്രായമാകുന്ന സമയത്ത് പെട്ടെന്ന് വീഴ്ച ഉണ്ടാവും, എല്ല് പൊട്ടാം, നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മസിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ബാൻഡ് കൊണ്ടുള്ള എക്സസൈസ്, ഞാനതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിരിക്കുക, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. നമ്മുടെ ആഹാരം എന്താണ്? പുട്ട്, അതുപോലെ ദോശ, അപ്പം, ഇതിലൊന്നും പ്രോട്ടീൻ ഇല്ല. എല്ലാ ആഹാരത്തിനോടൊപ്പം പ്രോട്ടീൻ ആഡ് ചെയ്യുക. ഇപ്പോൾ ഒരു വെയിറ്റ് ഒരു 60 കിലോ ആണെങ്കിൽ ഓരോ ആഹാരത്തിനോടൊപ്പം 20 ഗ്രാം പ്രോട്ടീൻ വേണം. അതായത് നമ്മൾ 3 നേരം ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ 60 ഗ്രാം പ്രോട്ടീനാണ് നമുക്ക് വേണ്ടത്. ഒരു 90 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 30 ഗ്രാം പ്രോട്ടീൻ ഓരോ ആഹാരത്തിനോടൊപ്പം വേണം. മുട്ട ആഡ് ചെയ്യാം, പയർ ആഡ് ചെയ്യാം, അതുപോലെ ചിക്കൻ ആഡ് ചെയ്യാം, തൈര്, യോഗോട്ട്, ഗ്രീക്ക് യോഗോട്ടിലൊക്കെ നല്ല പ്രോട്ടീൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക എല്ലാ ആഹാരത്തിനോടൊപ്പം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. നമ്മുടെ ശരീരം റിപ്പയർ ചെയ്യുന്ന ആ സമയത്താണ്. ഇതെല്ലാം നമ്മൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രായമാകുന്ന സമയത്തും വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മസിൽ ട്രെയിനിങ് ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യരുത്. പ്രോട്ടീൻ ഉറപ്പായിട്ട് ഉൾപ്പെടുത്തണം. നല്ലോണം ഉറങ്ങുകയും ചെയ്യുക. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. പ്രോസസ്ഡ് ഫുഡും ഷുഗറും. അതായത് പാക്കറ്റ് ഫുഡ്സുകളെല്ലാം മാക്സിമം കുറയ്ക്കുക, പഞ്ചസാര പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല അസുഖങ്ങളും നമുക്ക് ഭാവിയിൽ തടയാനായിട്ട് പറ്റും. നമ്മുടെ മസിൽ പ്രോപ്പറായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.